അപ്പോൾ ഹലോ ഗേയ്സ്, നമസ്കാരം. ഗീത സാബു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ചിക്കൻ കറി പെട്ടെന്ന് റെഡിയാക്കിയല്ലോ. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് കടുകിട്ട് റെഡിയാക്കാം. നമ്മൾ കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് നിറം മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അപ്പം മസാലപ്പൊടികളെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി കളർ വേണ്ട, അല്ല മൂക്ക് കണ്ട ഒത്തിരി ഇല്ലാതെ ചെറിയൊരു രീതിയിൽ നമുക്ക് എടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂത്ത് ചെറുതായിട്ട് കളർ മാറി ഒരു മണം വരുന്ന ടൈമിൽ നമുക്കിനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, പെട്ടെന്ന് പിടിയെന്ന് ചെയ്യാൻ പറ്റുന്നവരുടെ ഞാൻ കാണിച്ചത്. കാരണം തിരക്ക് പിടിച്ചൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ കുറച്ച് സവോള, ഒരു 7 സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കുക്കറിലേക്ക് അരിഞ്ഞിട്ടിട്ട് ശകലം ഉപ്പൂടിട്ട് നന്നായിട്ട് 2 വിസിൽ വരത്തക്ക വിധിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സവോള നമ്മൾ ഈ മുളക് പൊടി മസാല ചേർത്തതിനകത്തേക്ക് നമ്മൾ ഈ സവോള ചേർത്ത് മിക്സ് ചെയ്യാവുന്നൂടെ. ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാൻ ഗേയ്സ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലതുപോലൊന്ന് കുറുകി വരുന്ന പരുവത്തിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഗേയ്സ്, നമ്മൾ കുക്കറിനകത്ത് നേരത്തെ നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം കുറച്ച് ആവശ്യത്തിന് നല്ലപോലെ ഉപ്പ്, പിന്നെ കറുവപ്പട്ടയില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ അടിച്ച് വെച്ച ചിക്കനാണ്. ഈ ചിക്കൻ നമ്മളെ ഗ്രേവിയിലേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി ഗേയ്സ്. നോക്കിക്കേ, എല്ലാം നല്ല ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് നോക്കിക്കേ. ഇത് കണ്ടോ, നല്ല പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് അല്പം കറിവേപ്പിലയും ശകലം മല്ലിയിലയുണ്ട്, അതുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് റെഡിയായി വരുമ്പോഴത്തേനും നമുക്കിത് എല്ലാവർക്കും കഴിക്കാൻ റെഡിയാകും. അപ്പോഴത്തേക്ക് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് ശകലം ഒരു സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഇത്